എന്നാൽ ഒരു വൈകല്യമുള്ളതാണ് എനിക്ക് ഒന്ന് ബന്ധപ്പെടാൻ ഒരു ഗുരുജന് മാത്രമേ വന്നുമില്ല. വന്നപ്പോൾ ഒരു ചാപ്പൽ പോലെത്തിക്കും. ഉപകാരങ്ങളാണ് എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ഉള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൂർവ്വസൂരികൾ KP ചാത്തുരുത്തി അതുപോലെ തങ്കമാത്തിൽ ഈ രണ്ട് പേരുടെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ അവരുടെ ആത്മാക്കൾ സജീവമായിട്ട് കൂടിയാണ് നമ്മോടുകൂടി അവർ ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അവർ രണ്ടുപേരുടെ ഓർമ്മയ്ക്ക് വേണ്ടി മകൾ രമണി ജോയി ചാത്തുരുത്തിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം നൽകി. കണ്ടിട്ടിട്ട് ഒരു വർഷമായിട്ടില്ല. അന്ന് ഇതുപോലെ മഴയൊക്കെ ഉണ്ട്. ഐശ്വര്യത്തിൻ്റെ മഴയാണ്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതികഠിനമായ വേനലുള്ള കാലം. കാറ്റും കണ്ട് വിലക്ക് വെള്ളവും മാറി ഇപ്പോൾ ഇത് കണ്ടുപോയി. നമ്മൾ മന്ത്രി വന്നിട്ടുണ്ട്. അതിൻ്റെ കാട്ടുകെട്ട് വേണ്ട. എനിക്ക് തോന്നുന്നു ഇതുപോലെ നല്ല കാര്യം നടന്നുകൊണ്ടായിരിക്കും. അബദ്ധമായ മഴയും സീസൺ തെറ്റിയാണെങ്കിലും നല്ലപോലെ മഴയും വെള്ളവും അങ്ങനെല്ലാം ഒന്നുകൂടി ജീവൻ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ അവരുടെ ജീവൻ കുറഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ അനുഗ്രഹമാണ് ഈ സ്ഥാപനം. കാരണം ഇത് കോഴിക്കോട് ആകാശത്തിന്റെയും ഭൂമിയുടെയും പരിശുദ്ധനായ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ തിരുനാമത്തിൽ ഈ കുരിശടി പ്രതിഷ്ഠിക്കുന്നതിന്, ഈ ചാപ്പൽ പ്രതിഷ്ഠിക്കുന്നതിന് ദൈവം നമുക്ക് അനുവാദവും അവസരവും നൽകി. പരിശുദ്ധനായ ഗ്രിഗോറിയോസ് പിതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രയും സ്വീകാര്യനാകുന്ന വിശുദ്ധനാണ് എന്ന് നാം അറിയുന്നത്. ഒരു പക്ഷേ നമ്മുടെ നാടും ഭാരതവും മറ്റുള്ള ഏറ്റവും വലിയ ക്രിസ്തീയ സന്യാസി പരിശുദ്ധനും പുണ്യവാനും ഗ്രിഗോറിയോസ് തന്നെയാണ്. അധികം പേർക്കൊണ്ട് അറിഞ്ഞുകൂടായെന്ന് മാത്രമേ ഉള്ളൂ. പൗരസ്ത്യ ദേശത്തെ അതിപുരാതനമായ അന്തോനിയോസ് മുതലുള്ള സന്യാസ പാരമ്പര്യത്തിൽപ്പെട്ട സന്യാസിമാരെ കുറിച്ച് പഠിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പരപ്രേരണ കൂടാതെ സൂക്ഷ്മമായി ആചരിച്ച് തപസ്സുകയും ചെയ്യുകയും ചെയ്ത ഒരാളാണ് പരമരത്തിൽ ചെയ്യുന്നത്. അദ്ദേഹം സഭയ്ക്കുടെ പൊതു സ്വത്താണ്. ഈ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് ഇതൊരു പ്രധാന മുഖാന്തരമായിരിക്കട്ടെ. അവിടെ നിങ്ങളുടെ ഇടവക കുര്യാക്കോസ് സഹോദരൻ ബാലനായ 3 വയസ്സോ 1.5 വയസ്സോ വരെ ജീവിച്ച് രക്തസാക്ഷിയായി മരിച്ച കുര്യാക്കോസ് സഹോദരയുടെ തിരുനാമത്തിലാണല്ലോ ഈ 2 വിശുദ്ധരുടെയും നാമം, പരിശുദ്ധ ദൈവമാവിൻ്റെ നാമവും ഈ പ്രദേശങ്ങളിൽ പ്രകീർത്തിക്കപ്പെടണം. അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇത് നിങ്ങൾക്കെല്ലാം സംരക്ഷണത്തിന്, ഇതിലെ കടന്നു പോകുന്നവർക്കെല്ലാം പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതിന് ഈ സ്ഥാപനം ഒരു വലിയ മുഖാന്തരമായി തീരും എന്നതിന് അശേഷം സംശയമില്ല. ദൈവനാമം ഇവിടെ പ്രകീർത്തിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ നാമം ഇവിടെ പ്രകീർത്തിക്കപ്പെടുമ്പോൾ ഇവിടെ ദൈവസാന്നിധ്യമുണ്ട്. യാക്കോബ് പറഞ്ഞ പ്രകാരം ദൈവത്തിൻ്റെ ആലയമാകുന്നു. നമ്മൾ നിർവഹിച്ചിരിക്കുന്ന പരിശുദ്ധ മൂർവ്വം ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു കൂദാശാകർമ്മം തന്നെയാണ് നമ്മൾ നിർവഹിച്ചത്. കുരിശടിയുടെയും ഈ ചാപ്പലിൻ്റെയും ഇവിടെ സൗകര്യം പോലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ക്രമീകരണം ഇടവക ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെല്ലാം എന്നോട് പറയണം എന്നൊക്കെയാണ് കുർബാനകളെല്ലാം തോന്നും. ഏതായാലും ഈ ദേശത്തിന് വലിയ ഒരു സംരക്ഷണമായി തീർന്നിരിക്കുന്നു ഈ സ്ഥാപനം. ഇവിടെ അധികം വീടുകൾ ഈ ഭാഗത്തില്ല എന്നറിയാം. എങ്കിലും കഴിവുള്ളവരൊക്കെ ഇവിടെ വരികയും ഇവിടെ ആരാധനകളെ പോലെ പങ്കെടുക്കുകയും നിത്യവും വിളക്ക് കത്തിക്കുകയും ചെയ്യണം.